എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ നവര മീൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. കിളിമീൻ കറി എന്നും പറയാം. കിളിമീൻ ഇവിടെ ഓരോ നാട്ടിലും ഓരോന്ന് പറയും. ഇതിനെ നവര എന്നും ചെന്നൈയിൽ ശങ്കര എന്ന് പറയും. അപ്പം നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായി കുറച്ച് തേങ്ങ, അത് അരമുറി തേങ്ങ, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു സ്പൂൺ പെപ്പർ, കുറച്ച് കറിവേപ്പില, ഏകദേശം ഒരു 10-15ഓളം കുഞ്ഞുള്ളി, അതായത് ചെറിയ ഉള്ളി, ഇതെല്ലാം നമുക്ക് ചേർത്ത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ തീരെ അരയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് അരഞ്ഞാൽ മതി. അതിനേക്കാളും കുറച്ച് കൂടെ അരയണം, അത്ര തന്നെയാണ്. ഇപ്പോൾ ഇത് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 5 പച്ചമുളക് കൂടെ ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഞരടണം. നന്നായിട്ട് ഞരടി യോജിപ്പിക്കണം. നമുക്കിപ്പോൾ ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് ചൂടാക്കാൻ വയ്ക്കാം. ഒരു തിള വരുമ്പോൾ നമുക്ക് അതിന് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്, നമുക്ക് പീസ് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പമാണ് മീൻ കറി. എക്സ്പെഷ്യലി ഈ പച്ച തേങ്ങ അരച്ച് വയ്ക്കുന്ന കറികളൊക്കെ വളരെ എളുപ്പമാണ്. വറുത്തരച്ച് വയ്ക്കുന്നതാണെങ്കിൽ കുറച്ച് നമുക്ക് വറുക്കുന്ന ആ ഒരു സമയം കൂടെ ഉണ്ടെന്നെങ്കിലും വയ്ക്കാം. ഇതൊക്കെ വളരെ എളുപ്പമുള്ള കറികളാണ്. ഇതേ അരപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ നവര മീനിന് പകരം നെത്തോലി മീനോ ചെമ്മീനോ അല്ലെങ്കിൽ കൂന്തൽ, നമ്മൾ കണവ മീനെന്ന് പറയില്ലേ, അത് കണവയോ, ഇതൊക്കെ ഇതേപോലെ ചെയ്യാം. പച്ച തേങ്ങ അരച്ച് വയ്ക്കുന്നതിന് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. പിന്നെ തവിയിടാൻ പാടില്ലല്ലോ, അതിൻ്റെ പീസൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് പാകത്തിനെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതേ രീതിയിൽ. എന്നിട്ട് കമൻ്റ് ഇടൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.